ഹായ്, ഇന്ന് ഒരു ഐഫോണിൻ്റെ ഒരു സിമ്മ് വർക്കാവാത്ത കംപ്ലയിൻറ്റ്. കസ്റ്റമർ പറഞ്ഞത് സിമ്മ് വർക്കാവാൻ നെറ്റ്വർക്ക് എടുക്കണില്ല എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾക്ക് അത് വരുമ്പോൾ അതായത് സിമ്മ് എടുക്കുന്നില്ല, അതായത് ഫോൺ ഇട്ട് കഴിഞ്ഞാൽ സിമ്മ് ഇട്ട് കഴിഞ്ഞാൽ നോ സിമ്മ് എന്ന് കാണിക്കും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പല കംപ്ലയിൻറ്റും ഉണ്ടാവാം. പക്ഷെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ ആപ്പിളിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും ആൻഡ്രോയിഡ് പ്രൊഡക്റ്റ് ആണെങ്കിലും ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും നോ സിമ്മ് കാണിക്കുന്ന ആ ഒരു സർക്യൂട്ടിനെ കുറിച്ചൊരു ചെറിയൊരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ മോഡലും ആ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ കഴിയും. അത് ഉറപ്പാണ്. കാരണം ഇതിൽ വരുന്നത് സിമ്മിനുള്ള ഡാറ്റ ക്ലോക്ക്, പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഗ്രൗണ്ട്, പിന്നെ അതിക്കൊരു വി സിം വോൾട്ടേജ്, പിന്നെ അതിൻ്റെ ഒരു സിമ്മ് ഇട്ടുകണോ ഇല്ലയെന്ന് അറിയാനുള്ളൊരു സർക്യൂട്ട്, ഒരു സ്വിച്ചിങ് സർക്യൂട്ട് മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ഈ ഒരു സർക്യൂട്ടിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രണ്ട് ടൈപ്പ് സ്വിച്ചിങ് സർക്യൂട്ട് വരുന്നുണ്ട്. ഒന്ന് ഓപ്പൺ സ്റ്റേറ്റിലും വരുന്നുണ്ട്, ഒന്ന് ആ ഒരു ഗ്രൗണ്ട് പോയിന്റ് നേരെ ആ വോൾട്ടേജ് കടന്നു പോകുമ്പോൾ അത് എനേബിൾ ആവുന്ന രീതിയിലും സ്വിച്ചിങ് സർക്യൂട്ട് വരുന്നുണ്ട്. അതിൽ ഏത് സർക്യൂട്ടാണെന്നുള്ളത്, ഏത് മോഡലാണെന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സർക്യൂട്ട് വെച്ചിട്ട് നോക്കി നോക്കുക. ഇപ്പോൾ ഇതിൽ നോ സിമ്മ കാണിക്കുന്നത്, നോ സിമ്മ് കാണിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് പറയാം. അതിന് മുന്നേ ഐഫോണിൽ സാധാരണ നോർമൽ നോക്കുന്നമാർ മോണം ഫിംഗർ IME കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇവിടെ സിമ്മ് ഇട്ട് കഴിഞ്ഞാൽ നോ സിമ്മാണ്. അതിനുള്ള കാരണങ്ങൾ ഒന്ന്, അതിൻ്റെ സ്വിച്ചിങ് സർക്യൂട്ടിന് കംപ്ലൈൻ്റ് ആവാം, അതിലേക്കുള്ള വോൾട്ടേജ് മിസ്സിങ് ഉണ്ടാവാം, അതിലേക്കുള്ള ഡാറ്റ ക്ലോക്ക്, അങ്ങനെയുള്ള ഒരു 3 പോയിന്റ് മൊത്തം 4-5 കണക്ഷൻ ഉണ്ട്. അതിൽ ഏത് മിസ്സിങ് വന്നു കഴിഞ്ഞാലും ഇൻസേർട്ട് സിമ്മ് അല്ലെങ്കിൽ നോ സിമ്മ് കാണിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് ഇതിൻ്റെ സർക്യൂട്ട് എങ്ങനെ വർക്കാവും എന്നുള്ളതും എങ്ങനെ ഇത് പരിഹരിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ ചെയ്ത് കാണിക്കാനുള്ളത്. നമുക്ക് കാണുന്നുണ്ടാവും ഇവിടെ നോ സിമ്മ് എന്ന് കാണിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നോ സിമ്മ് വരാനുള്ള കാരണം പറഞ്ഞല്ലോ, കാരണം മോഡോഫിംവെയർ ബേസ് ബാൻഡ് ഇതൊക്കെ ഉണ്ട്, പക്ഷേ സിമ്മ് ഡിറ്റക്റ്റ് ആവുന്നില്ല. അപ്പോൾ അത് നമുക്ക് എന്താ നോക്കി നോക്കാം. ഇതൊന്ന് സർക്യൂട്ട് ചെക്ക് ചെയ്യും, അതൊന്ന് റിമൂവ് ചെയ്യോ. ഇതാണ് ഇതിൻ്റെ എന്ത് വരുന്നത്. നമുക്ക് ഫസ്റ്റ് ഏതൊരു ഫോൺ വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സിംഗ് ആണ് ചെയ്യുക. റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ മൊത്തം സർക്യൂട്ട് വരുന്നത്. അതായത് സിം ട്രേ ആണിത്. സിം ട്രേ എന്നാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുക. കാരണം നമുക്ക് സിമ്മ് വർക്കാവാത്ത കംപ്ലൈൻ്റ് ആണ്. അതിന് ആദ്യം തന്നെ WTR അല്ലെങ്കിൽ BBCPU BB4 ഒന്ന് റിമൂവ് ചെയ്ത് റീബോൾ ചെയ്യേണ്ട. ആദ്യം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് സിമ്മിലേക്കുള്ള കണക്ഷൻസ് പ്രോപ്പർ ആണെന്നുള്ളതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അതതിൻ്റെ സ്വിച്ചിങ് സർക്യൂട്ട് ഓക്കെ ആണോ നോക്കണം, അതേപോലെ തന്നെ സിമ്മിക്ക് വരുന്ന കണക്ഷൻസ് ഓക്കെ ആണോ നോക്കണം. ഇത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എന്താണ് കംപ്ലൈൻറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്കത് നോക്കി നോക്കാം. അടുത്തോ രണ്ട് 3 4 ഇതല്ലേ 6 അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെക്ക് ചെയ്യാനുള്ളത് അതിൻ്റെ 6 പോയിൻ്റാണ്. ഇതാണ് അതിൻ്റെ 6 പോയിന്റ്. 1 2 3 4 5 6. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു എന്തുണ്ട്, ഒരു സ്വിച്ചിങ്, അതായത് ഇവിടെയൊക്കെ ഒരു ഈ ഒരു സംഗതിയും കൂടി ചെക്ക് ചെയ്യാണ്ട് അതിൻ്റെ സിമ്മ് ഡിറ്റക്റ്റ് ചെയ്തിരിക്കണമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വരുന്നത്. കാരണം ഇവിടെ നമുക്ക് നോക്കി നോക്കാം, ഈ ഒരു ഏരിയ ഓക്കെ ആണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഇതിൽ ഓൾറെഡി ഒരു സിം ഡിറ്റക്റ്റിൻ്റെ ഒരു കണക്ഷൻ വരുന്നുണ്ടാവും. അവിടെ ഒരു റീഡിങ് ഒരു 300 ohms ഉണ്ടാവും. അത് സിം ട്രേ ഇട്ടിട്ട് വേണം നോക്കാൻ. ഇത് നേരെ ഈ ഒരു പോയിന്റ് വരുന്ന നേരെ ഗ്രൗണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു സർക്യൂട്ട് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് ഓൾറെഡി ചെറിയൊരു വോൾട്ടേജ് വരും. നമ്മൾ സിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ, ഇപ്പോൾ ഇത് ഏത് സ്റ്റേജിലുണ്ടാവുക, ഓൾറെഡി ഇതൊരു ഗ്രൗണ്ട് സ്റ്റേജിലാണ്. ഇവിടെ വരുന്ന ആ ഒരു സിഗ്നൽ അല്ലെങ്കിൽ വോൾട്ടേജ് ഇവിടെ ഡയറക്റ്റ് എന്താണ് ആവുന്നത്, നേരെ ഗ്രൗണ്ടായിട്ടാണ് പോണത്. അപ്പോൾ നമ്മൾ സിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിവിടെ ഓപ്പൺ ആവും. ഓപ്പൺ ആവുമ്പോൾ CPU മനസ്സിലാവും എന്ത്, ഇവിടെ സിമ്മ് ഇൻസെർട്ട് ആയിട്ടുള്ളത്. ആ സമയത്താണ് പിന്നെ ഇവിടേക്കുള്ള വോൾട്ടേജ്, ഇതിലേക്ക് വരുന്ന വോൾട്ടേജും ബാക്കി കാര്യങ്ങളും വർക്ക് ആവണത് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ട് രീതിയിലും സർക്യൂട്ട് വരാം, അത് നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കിയിട്ട് മനസ്സിലാക്കുക. നമ്മൾ ചെയ്യേണ്ടത് ഇതെന്ത് ചെയ്യുക, സിം ട്രേ ഇട്ടതിന് ശേഷം ഇവിടെ വാല്യൂ വരുന്നുണ്ടോ നോക്കുക. വാല്യൂ വരുന്നുണ്ടോ, അവിടെ വാല്യൂ വരുന്നുണ്ട്. 568 വരുന്നുണ്ട്. 568 വരുന്നുണ്ട്. ഈ സൈഡ് ഗ്രൗണ്ടും ആവണം. ഈ സൈഡ് ഗ്രൗണ്ടല്ലേ, ഈ സൈഡ് ഗ്രൗണ്ടും ആണ്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക, സിം ഇട്ട് കഴിഞ്ഞ് ആ ഒരു സർക്യൂട്ട് ഓക്കെ ആണെന്നിപ്പോൾ മനസ്സിലുണ്ടാവും. കാരണം ഓൾറെഡി സിം റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും ക്ലോസ് ആയി. സിം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ആയി. അപ്പോൾ CPU മനസ്സിലാക്കും എന്ത്, സിം ഇട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ സർക്യൂട്ട് ഓക്കെയാണ്. അപ്പോൾ നമുക്ക് ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് എന്താണ്, ഈ 6 ലൈനിൻ്റെ വാല്യൂ ആണ് നോക്കാനുള്ളത്. മൾട്ടിമീറ്ററിൽ നോക്കുക, ഈ റീഡിങ് കിട്ടണമെന്ന് മാത്രം നോക്കിയാൽ, നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. ജസ്റ്റ് ഈ നമ്പർ ഉണ്ടോയെന്ന് മാത്രം നോക്കിയാൽ മതി. ഓരോന്നില്ല വാല്യൂ അല്ല. 1 2 3 4 5 6. ഈ 6 ഒന്ന് ഗ്രൗണ്ടാണ്. ആ കറക്റ്റ് വാല്യൂ ഉണ്ടോ നോക്കുക. നോക്കിക്കോ, തലക്കം നോക്കിക്കോ.
എത്രയുള്ളത് 501 കണ്ടോ ഗ്രൗണ്ട് അത് ഏതാ 0 ഇതോ അപ്പോൾ ഇതിൻ്റെ LDO5 അതായത് സിമ്മിന് വരുന്ന വോൾട്ടേജിൻ്റെ ഈ ഒരു ലൈന് 0 ഓംസ് ആണ് കാണിക്കുന്നത്. അതായത് ഈ ലൈന് അതായത് വി സിം എന്നൊക്കെ പറയാം നമുക്ക്. അതായത് സിമ്മിന് കൊടുക്കുന്ന വോൾട്ടേജ് ഉണ്ടാവും, ആ വോൾട്ടേജിൻ്റെ ലൈന് 0 ഓംസ് ആണ്. അപ്പോൾ എന്താവില്ല, സിമ്മിൻ്റെ എനേബിളിങ് വർക്കായിട്ട് വോൾട്ടേജ് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. കാരണം ആ വോൾട്ടേജ് അവിടെ എന്താണ് ഷോർട്ട് സർക്യൂട്ട് ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ഒന്നും ചെയ്യേണ്ട, വേറെ സിമ്മ് മാറ്റി കളിക്കുക ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട. നേരെ ഈ സർക്യൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് നോക്കുക. ഒരു സർക്യൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ആ സർക്യൂട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമ്മൾ നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് നിന്ന് പോകുന്നത് ഒന്ന് BB-CPU പോകുന്നത്. BB-CPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ ഉണ്ടാ ഇവിടേക്ക് പോകുന്നുണ്ട്. പിന്നെ പോകുന്നത് ഒന്ന് പവർ ICക്ക് പോകുന്നുണ്ട്. പിന്നെ ഇവിടെ BB പവറിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ കപ്പാസിറ്റർ ഉണ്ട്, ഇവിടെ ഒരു റെസിസ്റ്ററുണ്ട്. ഇത്രയും കേസാണ് ഇതിനകത്ത് വരുന്നത്. ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും ഷോർട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവിടെയൊക്കെ കുറേ കമ്പോണൻസ് ഉണ്ട്. ഇതിൽ ഏത് കപ്പാസിറ്ററിന് ഷോർട്ട് ആവുക, അല്ലെങ്കിൽ BB പവറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാവുക, അല്ലെങ്കിൽ പവർ ഐസിയുടെ കംപ്ലൈൻറ്റ് കൊണ്ട് എന്തും ആവുക. എന്താണെന്നുള്ളത് ഇപ്പം നിലവിൽ നമുക്കറിയില്ല. നമ്മളെന്ത് ചെയ്യണം, മദർ ബോർഡിൽ നിന്ന് ഊരിയിട്ട് നമുക്ക് ഈ ഏരിയ, അതായത് ഈ വോൾട്ടേജ് പോകുന്ന ഏരിയയിൽ എന്തെങ്കിലും സ്വഭാവ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളത് നോക്കി വെക്കണം. എപ്പോഴും ടെക്നീഷ്യന്മാർക്ക് നിരീക്ഷണ ബുദ്ധി വേണം. എന്തെങ്കിലും വാട്ടർ ഡാമേജ് ആയ ഫംഗസോ അല്ലെങ്കിൽ കപ്പാസിറ്റർ എന്തെങ്കിലും പൊട്ടിയതായിട്ടോ ചതഞ്ഞതായിട്ടോ ഒക്കെ ഉണ്ടോ എന്നുള്ളത് നോക്കി വെക്കുക. അങ്ങനെ നോക്കിയിട്ട് മാത്രം റിപ്പയർ പോയാൽ മതി. ആരെ തന്നെ ചാടി കയറിക്കാണ്ട് നെറ്റ്വർക്കും പവറും ഇതൊന്നും ഊരാൻ നിൽക്കണ്ട. അങ്ങനെ എന്തെങ്കിലും അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് മുന്നോട്ട് പോവുക. എപ്പോഴും ഒരു ക്ലൂ എവിടെയെങ്കിലും ആയിട്ടുണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക, സമാധാനത്തോടെ മാത്രം മുന്നോട്ട് എടുക്കുക. വേറെ ഒന്നും റിപ്പയർ ചെയ്താണ് വെറുതെ സമയം വേസ്റ്റ് ആക്കരുത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എന്താ, ഈ പോകുന്ന ഏരിയയിലുള്ള ഓരോ ഏരിയകളും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കുക എന്താണ് അതിൻ്റെ പ്രോബ്ലം എന്നുള്ളത്. അതിൻ്റെ ശേഷം നമുക്ക് എന്ത് ചെയ്യുക, എന്ത് പൊക്കണം, എന്ത് ഇതാക്കണം എന്നുള്ളതൊക്കെ നമുക്ക് ഡിസിഷൻ നമുക്ക് എടുക്കാൻ കഴിയും. ആ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് നോക്കി നോക്കുക എന്താണെന്നുള്ളത്. ഷൂട്ട് ചെയ്യാം. നമ്മളത് ബോർഡ് ഡിഅസംബിൾ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ മാതിരി തന്നെ എന്താണ് ഇവിടെ ആ കമ്പോണൻസ് പോകുന്ന ഏരിയ, അതിൻ്റെ ബോർഡ് മൊത്തം കാണിച്ചാൽ അതൊക്കെ ഫംഗസ് തന്നെയാണ്. നമ്മൾ ഈ ഷീൽഡ് എടുത്താൽ കണ്ടാ, ഷീൽഡ് നമുക്ക് ഈ ഒരു പാട് കണ്ടേ നമുക്ക് മനസ്സിലാക്കാതെ വാട്ടർ ഡാമേജ് ആണെന്നുള്ളത്. വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും നോക്കാനില്ല. കാരണം അത് ചിപ്പിൻ്റെ ഐസിയുടെ ഉള്ളിലേക്കും അതേപോലെ തന്നെ കപ്പാസിറ്ററിനൊക്കെ ആയിട്ട് അവിടെ ഒരു ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് അതിൻ്റെ കമ്പോണൻസ് എന്തായിട്ടുണ്ടാവും, ഡാമേജ് ആയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അത് പലപ്പോഴും വാട്ടർ ഡാമേജ് വന്ന സെറ്റ് പലയാതി കംപ്ലൈൻറ്റ് കാണിക്കാനും കാരണം എന്താണ്, നമ്മൾ പലപ്പോഴും ക്ലീൻ ചെയ്യുമ്പോൾ ഐസ് റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാറില്ല. കാരണം ആ ഒരു സമയം നമുക്ക് പോകുന്നില്ല. എങ്ങനെയെങ്കിലും ഓണാക്കിയാണ്ട് കൊടുക്കും, പക്ഷേ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ കസ്റ്റമർ റിട്ടേൺ വരാനുള്ള ചാൻസൊക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഐസിൻ്റെ അകത്തൊക്കെ ഇതേപോലെ വാട്ടർ ഡാമേജ് ഉണ്ടെന്ന് ഐസൊക്കെ റിമൂവ് ചെയ്ത് പുതിയ PP ഇട്ടിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. മാക്സിമം ശ്രദ്ധിക്കുക. ഇതിൻ്റെ കേസ് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ പറഞ്ഞ മാതിരി തന്നെ ഇവിടെയാണ് അതിൻ്റെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, അതേപോലെ തന്നെ ഒരു ഡയോഡും ഒരു ജനറൽ ഡയോഡും അവിടെ ഉണ്ട്. അപ്പോൾ ഈ കപ്പാസിറ്ററിൽ ചിലപ്പം ഈ രണ്ടെണ്ണം ആണ് അവിടെ ഉള്ളത്. അതിൽ ഏതെങ്കിലും ഒന്ന് ഡാമേജ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാവും. അപ്പോൾ ഇത് മീറ്റർ ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ അവിടെ ഷോർട്ടാണ് കാണിക്കുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ മറ്റുള്ളവിടുത്തെ ലൈന് നോക്കി അതേ ലൈൻ തന്നെയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് ഇതും എന്തായിരിക്കും, കംപ്ലൈൻ്റ് ആവും. അപ്പോൾ അത് റിമൂവ് ചെയ്ത് നോക്ക്. അവിടെ ഒരു ജനറൽ ഡയോഡ് ഉണ്ടോ ഇല്ല ഇവിടെ താഴത്ത്, അത് ഇതാക്കി നോക്കും. അവിടെ ഒന്ന് ഫാൽക്കട്ടൊക്കെ അവിടെ വാട്ടർ ഡാമേജ് ആണ്. ആ കപ്പാസിറ്റർ ഓൾറെഡി ഫുള്ള് പൊട്ടി ഡാമേജ് ആയിട്ടുള്ളത്. അത് തട്ടി നോക്ക്, തട്ടിയാൽ തന്നെ റെഡി ആവേണ്ടതോ. അപ്പോൾ അതിൻ്റെ കേസ് അത്രേ ഉള്ളൂ. അതാണ് കംപ്ലൈൻറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുത്തെ ആ ഒരു വാല്യൂ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് ചെയ്യാം, അത് കൊടുക്കുക. പക്ഷേ നമ്മളെന്തായാലും നോക്കി നോക്കുക അതന്നെയാണോ എന്താണെന്നുള്ളത്. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവം എന്നല്ല ഈ ഫോൾട്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
നമുക്ക് അതിനെപ്പറ്റി ചെറിയൊരു ഐഡിയ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറയുക, നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ, നമ്മളെ മൈൻഡിൽ എന്താണോ ഉള്ളത്, അത് വെച്ചിട്ടാണ് നേരെ പോകില്ല. അതിനെപ്പറ്റി നമ്മളൊരു 10 മിനിറ്റ് ആലോചിക്കേണ്ടി വരും. ചിലപ്പോൾ ഒരു തുടക്കക്കാരൻ്റെ രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ട്രാക്ക് എന്താണ് പോകുന്നത്, എന്താണ് ഇവിടെ പച്ച ചുവപ്പ് മഞ്ഞൊക്കെ കത്തുന്നത് എന്താണെന്ന് അറിയണം. ഒരു ബേസിക് നോളജ് നിങ്ങൾ ആദ്യം ഉണ്ടാക്കണം. എന്താണ് ഒരു സർക്യൂട്ടിൽ വർക്ക് ആവണം എന്നുള്ളത്, എന്താണ് ഒരു ട്രാക്ക്, എന്താണ് ഒരു ഫോൾട്ട് ഫൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഫോൾട്ട് ഫൈൻഡിങ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗം, പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ PCB ഉണ്ടല്ലോ, ഈ ടൈപ്പ് PCB, പഴയ ഇലക്ട്രോണിക്സിൻ്റെ കുട്ടികളെക്കുന്ന കാറ് അല്ലെങ്കിൽ റേഡിയോ, ഇങ്ങനത്തെ മദർ ബോർഡ് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഈ സർക്യൂട്ട് നിങ്ങൾ വരക്കാൻ ശ്രമിക്കുക. ഫോണിൽ കയറുന്ന സമയത്ത് അത് 7 ലെയർ 8 ലെയറൊക്കെ ഉണ്ടാവുന്നതുകൊണ്ട് നമുക്കത് ഒരിക്കലും കണ്ണോട് കാണാൻ കഴിയില്ല എങ്ങനെയാണ് ഇതിൻ്റെ ട്രാക്ക് പോണത് എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂഷനും ഭയങ്കര ബുദ്ധിമുട്ടും നിങ്ങൾക്ക് ഉണ്ടാക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോൾട്ട് ഫൈൻഡ് പഠിക്കാൻ നിൽക്കുന്ന ഒരു സ്റ്റുഡൻറ്റോ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ PCB എടുത്തിട്ട്, ഇതേപോലത്തെ PCB നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാക്ക് പോകണമെന്നൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഒരു IC ഉണ്ട്, ICക്ക് ഇത്ര ലെഗ് ഉണ്ട്. ഒരു സ്കീമാറ്റിക്സ് എടുത്തിട്ട്, സ്കീമാറ്റിക്സിൽ റെസിസ്റ്ററിൻ്റെ എങ്ങനെയാണ്, കപ്പാസിറ്റർ എങ്ങനെ നിങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ, കപ്പാസിറ്ററിൻ്റെ സിമ്പിൾ, റെസിസ്റ്റർ സിമ്പിൾ, അയോണിൻ്റെ സിമ്പിൾ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് ഈ ഒരു കേബിളിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് ഈ വയർ എവിടെ ജോയിൻ ചെയ്യുന്നു, ഇതിൻ്റെ കേബിൾ അടുത്തത് എങ്ങോട്ടാണ് പോകുന്നത്, അവിടെ ആ IC വരയ്ക്കുക. ICൻ്റെ എത്രാമത്തെ പിന്നാണ്, അപ്പോൾ പിന്ന് ICൻ്റെ എത്രാമത്തെ പിന്നാന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ IC എങ്ങനെയാണ് പിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, A1 A2 B1 B2 എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് അതേ സമയത്ത് ഗൂഗിളിൽ നോക്കിയാൽ മതി. അതേപോലെ തന്നെ കപ്പാസിറ്റർ സിമ്പിൾ അറിയില്ലെങ്കിൽ കപ്പാസിറ്റർ സിമ്പിൾ എന്ന് ഗൂഗിളിൽ നോക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു ഫോണിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു PCBൻ്റെ എന്താണ് ഒരു ചെറിയൊരു സ്മോൾ PCB എടുത്തിട്ട് അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക, വരക്കാൻ ശ്രമിക്കുക ഒരു പേപ്പറിൽ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും ഇത് ഇന്ന മാതിരിയാണ് പോകുന്നത്. അപ്പോൾ വരക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ ഒരു കപ്പാസിറ്റർ സിമ്പിൾ ഞാൻ എങ്ങനെ വരക്കും, അല്ലെങ്കിൽ ICയുടെ A1 B2 ഇതൊക്കെ ഞാൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതൊക്കെ സംശയങ്ങളുണ്ടെന്ന് അതൊക്കെ അതേ സമയത്ത് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ വരച്ചിട്ട് ശ്രമിക്കാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഇവിടെ നിന്നൊരു പോയിന്റ് കാണും, ഈ പോയിന്റ് എങ്ങോട്ടാണ് പോകണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി ഇട്ടിട്ട് ബീപ്പ് സൗണ്ട് ഉണ്ടോയെന്നോ അല്ലെങ്കിൽ ഡയോഡ് മോളിൽ ഇട്ടിട്ട് 0 ohms കാണിക്കുന്നുണ്ടോയെന്നൊക്കെ നോക്കിയിട്ട് അത് ഏത് ലെഗിലേക്കാണെന്ന് ഇങ്ങനെ മാനുവലായിട്ട് ഇങ്ങനെ എഴുതി വരച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയും, ഒരു സർക്യൂട്ട് വരക്കാനും പഠിക്കും. അതേപോലെ തന്നെ എങ്ങനെ അതിൽ എന്താണ് സംഭവിക്കുന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലാവും. അതേ തിയറി നേരെ ഒരു ZSW ബോർഡിനെ ഓപ്പൺ ആക്കിയിട്ട് അതേ സെയിം മെത്തേഡിന് ഇതിലേക്ക് വരുന്ന ഒന്നും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ശ്രമിക്കുക. ഒരു വലിയ റേഡിയോ സർക്യൂട്ട് ഒന്നും എടുക്കേണ്ട, എന്തെങ്കിലും ചെറിയൊരു ലൈറ്റ് സർക്യൂട്ടോ അല്ലെങ്കിൽ ചെറിയ PCB ഒക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് റിമോട്ടിൻ്റെ കാറുണ്ടല്ലോ, എന്ന് പറഞ്ഞ് പോകണം, ആ സാധനത്തിനൊക്കെ എടുത്താൽ മതി. ഇത് നമ്മളിവിടെ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം എന്താ കണ്ടീഷൻ, ഇപ്പോൾ ഒഴിവാക്കി. നേരത്തെ പറഞ്ഞ മാതിരി ഇവിടെ എത്ര റീഡിങ് ഉണ്ടായിരുന്നു, നേരത്തെ 001 002 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ആക്ച്വലി വേണ്ടത് എത്രയെന്ന് 344 എന്താ വേണ്ടത്, ഇപ്പോൾ 311. ഓക്കെ, ഈ റീഡിങ്ങിൻ്റെ വ്യത്യാസം നമ്മളെ അതായത് ഓംസിലോ പ്രകാരം ടെമ്പറേച്ചറിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ഓംസിൽ വ്യത്യാസം വരുന്നുള്ളത് മനസ്സിലാക്കുക. ZSW 350 കാണിക്കുന്ന ഇൻ്റെ മീറ്ററിൽ 350 കിട്ടണം എന്നുള്ളത് വാശിയെടുക്കാൻ കഴിയില്ല. ചിലപ്പോൾ ഒരു 10-20 വ്യത്യാസം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അത് നിങ്ങൾ മെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ സാധനം ഇന്ന് കംപ്ലൈൻറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്തു. അടുത്ത എന്ത് വന്നു, റീഡിങ് പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് സെറ്റ് ഇനി എന്തായാലും അത് വർക്കാവുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി നമ്മൾ എന്തായാലും അതിൻ്റെ ഷീൽഡ് പൊക്കിയിട്ട്, അതായത് ആ ഷീൽഡ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ വാട്ടർ ഫംഗസോ കാര്യങ്ങളുണ്ട് അത് മൊത്തം ക്ലീൻ ചെയ്ത് ഇതിലുള്ള റീവോൾ ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്തിട്ട് കസ്റ്റമർ കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഇപ്പോൾ ഞങ്ങൾ അതിന് നിൽക്കുന്നില്ല, കാരണം ഇത് ചെയ്യണം. പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊന്ന് ഓൺ ആക്കിയിട്ടൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം അതൊക്കെ ഒന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമറോട് വാറണ്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അത്രയും ഒരു പെർഫെക്റ്റ് ആയിട്ട് ഡിവൈസ് കൊടുക്കാൻ കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കസ്റ്റമർ 4 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ കസ്റ്റമർ കോണി ഇങ്ങനെ കയറി വരുമ്പോൾ ഒന്നോ ചോറ വീണ്ടും വരുന്നുണ്ട് എന്നുള്ള ഡയലോഗ് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ അതൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രശ്നം ഉണ്ടാവില്ല. സിമ്മിട് യെസ്, നോ സർവീസ്. അത് ഉരിക്കാളെ, ഇത് ഉരിക്കാളെ, അത് കുഴപ്പമില്ല.
ഓക്കെ സെറ്റ്. അപ്പോൾ അത് വർക്കായിട്ടുണ്ട്. ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷെ കുറച്ച് ഐഡിയ നമ്മൾ ഉണ്ടാക്കിയെടുത്താൽ മാത്രം മതി. എന്താണ് കപ്പാസിറ്റി, എന്താണ് ഇംപെഡൻസ്, എന്താണ് ഓംസ് എന്നൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് ചെയ്യാൻ കഴിയും. മാത്രമല്ല കസ്റ്റമറുടെ നമുക്ക് മുഖത്ത് നോക്കി പറയാൻ കഴിയും ഇത് ഇന്ന പ്രശ്നമാണ്, ഇത്ര സമയം എടുക്കും, ഇത്ര സമയത്തിനോട് തീർക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ചെയ്യുക സർവീസിൽ സമയം കുറക്കുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഇൻകം കൂട്ടുക, കസ്റ്റമർ കുറച്ചുകൂടി ട്രസ്റ്റും കൊടുക്കാൻ കഴിയും. മറ്റൊരു കസ്റ്റമറോട് നമ്മൾ പറയണം എന്താ അത് നോക്കിയിട്ട് വേണം, അത് ഇന്നതാണ്, അതാവും ഇതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർ വില്ലിങ് ആവില്ല. കസ്റ്റമർ വില്ലിങ് ആവണമെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് അതിൻ്റെ കറക്റ്റ് ഡാറ്റ കൊടുക്കണം. എന്താണ് ഇതിൻ്റെ ആക്ച്വൽ പ്രോബ്ലം എന്നുള്ളത് കൊടുത്താൽ മാത്രമേ കസ്റ്റമർ നിങ്ങളുടെ കയ്യിൽ ഫോൺ തരുള്ളൂ. നിങ്ങൾ പറയണം അത് ചിലപ്പോൾ സിം ആവും, അത് നോക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും കസ്റ്റമർ തരില്ല. കസ്റ്റമർ സെറ്റായിട്ട് വരുമ്പോൾ അവരെ കയ്യിലുള്ള ഫോണ് എത്ര വിലപിടിപ്പുള്ള ഫോണാണെങ്കിലും എത്ര 500 രൂപയുടെ ഫോണാണെന്നുണ്ടെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു ഫോൺ മാത്രമേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ച് ഒരുപാട് ഫോണുകളാണ് നമ്മളെ മുന്നിൽ അത് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ചിലപ്പോൾ അതിനൊരു വില ഉണ്ടാവില്ല. കസ്റ്റമർക്ക് 500 ഫോണാണെങ്കിലും 50,000 ഫോണാണെങ്കിലും അവർക്ക് കംപ്ലൈൻറ്റ് വരുമ്പോൾ അതിൻ്റെ ഡാറ്റ ഇത് ഇന്ന പ്രശ്നമാണ്, ഇന്ന സമയം കൊണ്ട് തീർക്കാൻ കഴിയും എന്നുള്ള ഒരു കോൺഫിഡൻസ് കസ്റ്റമർ കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ ആ സെറ്റിങ്ങളെ തന്നെ തരുള്ളൂ. അത് 100% ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഇതുപോലത്തുള്ള മറ്റു വീഡിയോയുമായിട്ട് നമുക്ക് പിന്നെ കാണാം. ഓക്കെ, താങ്ക് യു.